ഇ.ഡി. നോട്ടീസ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിൽ പ്രതികരണവുമായി ഡോക്ടർ തോമസ് ഐസക്. ഇ.ഡി. നോട്ടീസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ റിസർവ് ബാങ്ക് അനുമതിയുണ്ടെന്നും മസാല ബോണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇ.ഡി. അല്ലെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മുഖ്യമന്ത്രി ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞല്ലോ എന്ന് രണ്ട് കൈയും പൊക്കി ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്യാൻ അനുവാദമുണ്ടെന്ന്. ഇ.ഡി അല്ലല്ലോ മസാല ബോണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്, റിസർവ് ബാങ്ക് അല്ലേ. റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ സാലി ചേരുകയാണ്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്. സാലി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് ഇന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായ നോട്ടീസ്, ഒപ്പം ഡോക്ടർ തോമസ് ഐസക്കിനെതിരായ നോട്ടീസ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയുന്ന പോലെ കിഫ്ബി, തോമസ് ഐസക്ക്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. ഇത്തരത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച ധനം ഭൂമി ഏറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിനും വേണ്ടി വിനിയോഗിച്ചത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതായിരുന്നു ഇവരുടെ ആക്ഷേപം. ഇ.ഡി ഒരു കാരണം കാണിക്കൽ നോട്ടീസാണ് ഈ മൂന്ന് പേർക്കും നൽകിയത്. അതിനെതിരെ ആദ്യം കിഫ്ബി ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു 3 മാസത്തേക്ക്. തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചു. അതിലും സമാനമായ രീതിയിൽ സ്റ്റേ കൊടുത്തു. ഒപ്പം എന്താണ് സംഭവം എന്ന് വിശദീകരിക്കുന്ന ഒരു വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ.ഡിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയുമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരാഴ്ചക്കിടെ 2 സംഭവങ്ങളിലാണ് ഇ.ഡിക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടുന്നത്. അതിനർത്ഥം ഇ.ഡി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ നിയമവിധേയം അല്ല എന്ന് തന്നെയാണ് ഹർജിക്കാരുടെ വാദം. ആ വാദം കോടതി പ്രാഥമികമായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ.ഡിക്ക് നോട്ടീസ് അയച്ചതും ഒപ്പം ഇത് 3 മാസത്തേക്ക് എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ.ഡിയുടെ വാദം എന്താണ് എന്നുള്ളതാണ്. ഇ.ഡി പറയുന്നത് ഏതാണ്ട് 2700-ലധികം കോടി രൂപ മസാല ബോണ്ട് വഴി കേരളം അല്ലെങ്കിൽ കിഫ്ബി സമാഹരിച്ചിട്ടുണ്ട്. അതിൽ 500ഓളം കോടി, 476 കോടി രൂപയോളം ഭൂമി വാങ്ങുന്നതിനാണ്ട് വേണ്ടിയാണ് ചിലവഴിച്ചത്. അപ്പം ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് ഇത്തരത്തിൽ മസാല ബോണ്ടുകൾ വഴി സമാഹരിക്കുന്ന പണം വിനിയോഗിക്കുന്നത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇതാണ് ഇ.ഡിയുടെ ആരോപണം. അതുകൊണ്ട് അതിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇതിൽ കൃത്യമായ വിശദീകരണം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് ഇത്തരത്തിൽ പണം സമാഹരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് വെറുതെ സംസ്ഥാന സർക്കാർ സ്വയമേവ എടുത്ത നടപടിയല്ല. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെയും മുൻകൂർ അനുമതിയോടുകൂടി എല്ലാ തരത്തിലുള്ള പെർമിഷനും വാങ്ങിയ ശേഷം സ്വീകരിച്ചൊരു നടപടിയാണിത്. മാത്രവുമല്ല, ആ ധനം ഉപയോഗിച്ച് 476 കോടിയോളം രൂപയുടെ ഭൂമി വാങ്ങി എന്ന് അല്ലെങ്കിൽ ഭൂമി കച്ചവടം നടത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്ന ഒരു വസ്തുതയുമില്ല. ഇത് കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി സമാഹരിച്ച പണമാണ്, ചെലവഴിച്ച പണമാണ്. അങ്ങനെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഭൂമി ആവശ്യമായിരുന്നു. അങ്ങനെ ആവശ്യമായ ഭൂമി കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റെടുക്കുകയുണ്ടായത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റെടുത്ത ഭൂമിക്ക് അതിൻ്റെ ഉടമകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നൊരാവശ്യമുണ്ട്. അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്തു. അത് ഭൂമി കച്ചവടമല്ല, വികസന പദ്ധതികൾക്ക് വേണ്ടി ചിലവഴിച്ച അല്ലെങ്കിൽ വികസന പദ്ധതികൾക്ക് വേണ്ടി ആവശ്യമായ ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരം നൽകിയ തുകയാണ്. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കമാണിത്. അത് ദുരുപദിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് കോടതി ഇടപെടണം. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെയും ഇന്ന് മുഖ്യമന്ത്രിയുടെയും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും ഹർജികളിലെ പ്രയർ. ആ പ്രയർ നിലനിൽക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് എന്നുള്ളതാണ്. അതിനർത്ഥം ഈ സർക്കാരിൻ്റെ വാദം പ്രാഥമികമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് ഇ.ഡിക്ക് വല്ലാത്ത തിരിച്ചടിയാണ്. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇ.ഡി ആദ്യത്തെ ഹർജിയിൽ ഇത് സമാന രീതിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചാണ്. അത് സ്റ്റേ ചെയ്തതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്ത ഒരു അപ്പീൽ പെൻഡിംഗ് ആണ്. അത് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ കോടതിയിലെത്തും. അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി എന്ത് പറഞ്ഞാലും അതിൽ ഉയർന്ന കോടതിയിലേക്ക് പോയി
ഇതിലുള്ള അനിശ്ചിതത്വം ഇങ്ങനെ നിലനിർത്തി പോകാം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷമി, തീർച്ചയായും സാലി, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഡോക്ടർ തോമസ് ഐസക്കിന് എതിരായിട്ടുള്ള ഇ ഡി നോട്ടീസിനെ സംബന്ധിച്ച് ഹൈക്കോടതി പല പ്രാവശ്യം ആ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഇവരുടെ നോട്ടീസ് എടുത്ത് അറബിക്കടലിൽ കളയുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇ ഡിയുടെ ഓരോ നടപടിയെയും സംശയത്തോടു കൂടി കോടതി പോലും നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അത്രമാത്രം അടിസ്ഥാനരഹിതമായിട്ടാണ്, രാഷ്ട്രീയ തിമിരം ബാധിച്ച നിലയിലാണ് അവരുടെ ഓരോ പ്രവൃത്തികളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും കൃത്യം തിരഞ്ഞെടുത്ത സമയം കോടതി ശ്രദ്ധിക്കുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിക്കും അതുപോലെ ധനമന്ത്രിക്കും കിഫ്ബിക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ ഇക്കാര്യം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ ഓരോ നീക്കമെന്നും കോടതി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. സാലി, അതായത് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ സുവ്യക്തമാണ്. അത് ഇന്നോ അല്ല, ഇന്നലെയല്ല, കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നതുമാണ്. കിഫ്ബി വഴി കേരളം ധനസമാഹരണം നടത്തുന്നു. ആ സമാഹരിച്ച പണം കൊണ്ട് കേരളത്തിൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നു. അത് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ഭരിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നു എന്നൊരാശങ്ക കേന്ദ്ര ഭരണകക്ഷിക്കും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതാണ് ഈ നിരന്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, കേന്ദ്ര അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് കിഫ്ബിക്കെതിരെ നീങ്ങാൻ കാരണം. അത് അങ്ങനെ നീങ്ങിയപ്പോഴെല്ലാം കോടതികൾ കർശന നിലപാട് സ്വീകരിക്കുകയും ഇടപെടുകയും കേരളത്തോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഒന്നും രണ്ടുമല്ല അനവധി അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അയച്ച നോട്ടീസ്. അതിൽ ഏറ്റവും കൗതുകകരമായ തോമസ് ഐസക്കിൻ്റെ മാത്രമല്ല, തോമസ് ഐസക്കിൻ്റെ ബന്ധുക്കളുടെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ 10 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം ഹാജരാക്കണം എന്ന വളരെ കൗതുകകരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. അതിനെതിരെ ആ സമൻസിനെതിരെ തോമസ് ഐസക്ക് കോടതിയെ സമീപിച്ചു. അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് കേസ് പരിഗണിച്ചത്. നമുക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ധനമന്ത്രിയുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അതൊന്ന് കോടതിയെ ബോധ്യപ്പെടുത്താമോ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദിച്ചത്. സമാന രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡോക്ടർ തോമസ് ഐസക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന്റെ. ആ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും സമൻസ് അയക്കുകയും നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തു. തോമസ് ഐസക്ക് കോടതിയിൽ പോയി. കോടതി പറഞ്ഞു, ഇനി തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കണമെങ്കിൽ അത് എന്തിനാണ് ആ നോട്ടീസ് എന്ന് ഈ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഒരു ശമനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഗ്യാപ്പ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു നോട്ടീസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തി.